ഹസീന ഹനീഫ് ഫ്രം തലശ്ശേരി. ഞാനിന്ന് ഉണ്ടാക്കുന്നത് കൽക്കത്ത ബിരിയാണിയാണ്. അതായത് ഞാനാദ്യം കൽക്കത്തയിലായിരുന്നു, അതുകൊണ്ട് എനിക്കിത് നല്ലൊരു ഇഷ്ടമുള്ള ഡിഷാണ്. അപ്പോൾ തുടങ്ങാം. ആദ്യമായി ഞാൻ ഫിറ ബാസ്മതി റൈസാണ് യൂസ് ചെയ്യുന്നത്. ആദ്യമായി ഞാൻ വെള്ളത്തിൽ കുതിർക്കാൻ വെക്കുന്നത്. ഇത് ഞാൻ നല്ലവണ്ണം കഴുകി അരമണിക്കൂർ കുതിരാൻ വേണ്ടി വെള്ളമൊഴിച്ച് വെച്ചിരിക്കുകയാണ്. അതിനിടയിൽ എനിക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാം. ആദ്യമായി ഞാൻ ഉപ്പ്, മുളക് പൊടി 1 ടീസ്പൂണ്, കുരുമുളക് പൊടി 1/2 ടീസ്പൂണ്, മല്ലിപ്പൊടി 1 ടീസ്പൂണ്, ചെറിയ ജീരകം അതായത് ക്യുമിൻ സീഡ്സ് 1/2 ടീസ്പൂണ്, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, തൈര് 1/2 കപ്പ് തൈര്. ഇത് ഞാൻ 1/2 കിലോ ചിക്കനാണ് യൂസ് ചെയ്യുന്നത്, അതിന് 1/2 കപ്പ് തൈര്. ഇത് നന്നായി മിക്സ് ചെയ്യണം. അല്പം മല്ലിയില, പുതിനയില, ഒരു കൈപ്പിടി ഫുള്ള് രണ്ടും കൂടെ, 1 ടീസ്പൂൺ ഘീ. അതിന് ശേഷം നന്നായി മിക്സ് ചെയ്യുക. ഇത് നന്നായി മിക്സ് ചെയ്ത ശേഷം 1 മണിക്കൂർ മാരിനേഷന് വേണ്ടി വെക്കണം. അടുത്തതായി ഞാൻ ഈ ചിക്കൻ മാരിനേറ്റ് ആയിട്ടുണ്ട്, പാത്രം ചൂടായിട്ടുണ്ട്. ഞാൻ 1/2 കപ്പ് ഓയിൽ ഒഴിക്കുകയാണ്. ഇതിൻ്റെ കൂടെ 4 ടീസ്പൂൺ ഘീ ചേർക്കുന്നുണ്ട്. കാരണം മുഴുവൻ എണ്ണയും ഞങ്ങൾ മസാലയാണ് ഞാൻ ചേർക്കുന്നത്. എന്താണെന്ന് പറഞ്ഞാൽ ഇതിൽ റൈസിൽ ഞങ്ങൾ പ്രത്യേകിച്ച് എണ്ണയൊന്നും ചേർക്കുന്നില്ല. ഈ ചൂടായ എണ്ണയിലേക്ക് 2-3 ബേ ലീവ്സും, ഒരു വലിയ ഏലക്ക, ബഡി ഇലൈച്ചി എന്നതിന് പറയാം, പിന്നെ 3-4 ഗ്രാമ്പു, ചെറിയ ഏലക്ക, പട്ട 2-3 കഷ്ണം പട്ട, ഉള്ളി നന്നായി നേർന്നയായി അരിഞ്ഞ ഉള്ളി നല്ലവണ്ണം ഗോൾഡൻ ബ്രൗൺ കളറാക്കി എടുക്കണം. 2ആയി മുറിച്ച ഉരുളക്കിഴങ്ങ് ഈ ചിക്കൻ്റെ കൂടെ മാരിനേഷന് വേണ്ടി ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, അല്പം ഒരു 4-5 പീസ് പച്ചമുളകും കൂടെ അരച്ചതാണിത്. ഇതിലേക്ക് ഇതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഉരുളക്കിഴങ്ങ് എടുത്ത് ഉള്ളിയിലിട്ട് ഒന്ന് നല്ലോണം ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഈ കൽക്കത്ത ബിരിയാണിന് വേറൊരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഇതിലധികം ഉള്ളിയോ തക്കാളി ഓൾറെഡി യൂസ് ചെയ്യുന്നില്ല. ഉള്ളി പിന്നെ ആകെ 1.5 ഞാൻ 1/2 കിലോക്ക് യൂസ് ചെയ്യുന്നത്. പിന്നെ സ്പൈസസും ലൈറ്റായിട്ടാണ് ഇടുന്നത്. പിന്നെ കൽക്കത്ത ബിരിയാണിൻ്റെ മെയിൻ സ്മെല്ലാണ്, അതാണ്. മസാല തീരെ ഉണ്ടാവില്ല. ചിക്കനും ചേർക്കേണ്ട സമയമായി. ഉരുളക്കിഴങ്ങ് നന്നായി ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ചിക്കനും മസാലയും മൊത്തം ചേർത്ത് നന്നായി എണ്ണയിൽ ഒരു 5-10 മിനിറ്റോളം നല്ലോണം വഴറ്റിയതിന് ശേഷം കുക്കർ മൂടി 1 വിസിലടിക്കും. ഇതിലേക്ക് ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റാണിത്. സ്മെല്ലിന് വേണ്ടിയുള്ള മീറ്റ അത്തർ എന്നാണ് ഇതിന് പറയുന്നത്. ഇത് ഞാൻ കൽക്കത്തയിൽ നിന്ന് തന്നെ വരുത്തിക്കുന്നതാണ്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഞാൻ കുക്കറൊന്ന് അടച്ച് ഒരു പ്രഷർ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. ചൂടുള്ള പാലിലേക്ക് ഞാൻ സാഫ്രോൺ അതായത് കുങ്കുമപ്പൂവാണ് ഇട്ട് വെക്കുന്നത്. ഒരു 5 മിനിറ്റ് അതിനെ ഇട്ട് കുതിരാൻ വെക്കണം. ഇത് മസാല റെഡിയായി. ഇനി റൈസ് വേവിക്കണം, ദമ്മിടണം. എത്ര ചിക്കൻ എടുത്തു? ചിക്കന് ഒരു 6-7 പീസ് അങ്ങനെ എടുത്തത്. ഹാഫ് കിലോ റൈസും 1/2 കിലോ. ഇത് കറക്റ്റ് ആയിട്ടാണ് എടുക്കുക. 1 കിലോ റൈസ് ഇതുവരെ ഒക്കെ നല്ലതുപോലെ തോന്നുന്നത്. ഫസ്റ്റ് ടൈമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നല്ല റൈസാണ്, ധൈര്യമായിട്ടുണ്ടാക്കാം. ഫിറ നമ്മൾ ഇതിന് മുന്നേ ചെയ്തവരെല്ലാം പറഞ്ഞു. ഓക്കെ, ഇത് റൈസ് കുക്കായതിന് ശേഷം അതിന് ഫ്ലേവർ പൊടിയുടെ കാര്യം പറഞ്ഞിരുന്നല്ലോ, അത് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. ഇല്ല, ഇതാണ് അത്തർ എന്ന് പറയും. മീറ്റ അത്തർ സ്വീറ്റ്സിലും തിരട്ടി മാർക്കറ്റ് റോയൽ ഹോട്ടലിലും 25 വർഷമായി ഉണ്ടാക്കാൻ തുടങ്ങി. അവിടെ ആയിരുന്നല്ലോ കാൽക്കട്ടയിൽ. എളുപ്പമായി. ഇതൊരു അത്തർ മാതിരി. ഇത് പക്ഷേ ഇങ്ങനെ മണപ്പിക്കുമ്പോൾ രസം ഉണ്ടാവില്ല.
ആ ഒരു ഇതിൽ സ്പൈസസ് അധികം ഇടുന്നില്ല, ഉള്ളി 1.5 മാത്രമേ ഇടുന്നുള്ളൂ ഹാഫ് kg. അപ്പോൾ അതിലൊരു സ്മെല്ലും കൽക്കട്ട ബിരിയാണി എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്മെല്ലാണ് മെയിൻ. അല്ല ഇത് തീരാനായിട്ട് ഇത് കൽക്കട്ടന്ന് എത്തിച്ചതാണ്. അയ്യോ എൻ്റെ അടുക്കൽ ഉണ്ടായിരുന്നു. ഇനി ഇത് പുതിയതാണ്, പൊളിച്ചത് ഇപ്പോൾ. ഇതിൽ ക്യുമിൻ പൗഡർ, നമ്മൾ നാടൻ ബിരിയാണിക്ക് യൂസ് ചെയ്യാത്ത ക്യുമിൻ പൗഡർ, പിന്നെ പെപ്പർ, പിന്നെ മല്ലിപ്പൊടി, മുളക് പൊടിയും മഞ്ഞൾ ഇതെല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ പച്ചമസാല മാത്രമല്ല ഇതിൽ ഇത് പച്ചമുളക് എന്ന് പറഞ്ഞാൽ 2 പീസാണ് ഞാൻ യൂസ് ചെയ്തത്, ഇഞ്ചി വെളുത്തുള്ളിൻ്റെ കൂടെ. ബാക്കിയെല്ലാം ഇതാണ് യൂസ് ചെയ്യുന്നത്. ഡിഫറെൻ്റ് ആണ് ടോട്ടലി അല്ലേ. നൈസ് സ്മെൽ ആൻഡ് ഫ്ലേവർ. നേരത്തെ ഒരു കൽക്കട്ട ബിരിയാണി ഒരാൾ ചെയ്തു, അത് വേറെ സ്റ്റൈല്. ദിസ് ഇസ് അതെ അതെ, അത് ഒതന്റിക് ആയിട്ട് തന്നെ കിട്ടും. ഓക്കെ, നൈസ്. കാര്യം ഇത് ഏകദേശം ആയി വന്നിട്ടുണ്ട് മസാല. അതിലേക്ക് ഞാൻ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുകയാണ്. ഇത് കുങ്കുമപ്പൂ നന്നായി അലിഞ്ഞ് വന്നിട്ടുണ്ട്. അതിലേക്കിന് ഒരു 1/4 ടീസ്പൂൺ റോസ് വാട്ടറും മീട്ട അത്തറാണ്. ഇത് ഒരു 2-3 ഡ്രോപ്സും അതും ചേർത്ത് നന്നായി മിക്സ് ചെയ്യണം. ഇനി റൈസ് വേവിക്കാനുള്ള വെള്ളം ഞാൻ വെച്ചിട്ടുണ്ട്. നന്നായി ഒന്ന് ബോയിലായി വരട്ടെ. ഇതിലേക്ക് ഞാൻ കുറച്ച് ഹോൾസ് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിന് റൈസിനൊരു നല്ല ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ്. ഞാൻ ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 5 മിനിറ്റ് കൊണ്ട് നന്നായി തിളച്ച് വരട്ടെ. വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് റൈസ് ചേർക്കാം. കൽക്കട്ട ബിരിയാണി എന്താ ഈ സ്റ്റേജ്? ഇല്ല, ഇത് റൈസ് വെന്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഡ്രെയിൻ ചെയ്യണം. ഒരു 85% വേവിൽ ഡ്രെയിൻ ചെയ്യും. പിന്നെ ഈ മസാലേൻ്റെ ആ എണ്ണ, ചോറിൽ എണ്ണയൊന്നും ഞങ്ങൾ ആക്കുന്നില്ല ഇതിൽ. അപ്പോൾ ഈ മസാലയിലാണ് എണ്ണ കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ ദം ചെയ്യുമ്പോൾ ലെയർ ചെയ്ത് ചെയ്യും. ആ ലെയറിൽ അങ്ങനെ 3 ഭാഗത്തായിട്ട് ഇട്ടിട്ട് ചോറിട്ട് പിന്നെ 3 ഭാഗത്തിടും. ഉരുളക്കിഴങ്ങും ഞാൻ ഇതൊന്ന് ഡ്രെയിൻ ചെയ്യട്ടെ. സമയമായി അല്ലേ? ഇത് റൈസ് ഒരു 85% കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിത് ഡ്രെയിൻ ചെയ്ത് ഓഫ് ചെയ്ത് ഡ്രെയിൻ ചെയ്യാം. അടുത്തതായി ഇത് ബിരിയാണി ദം ചെയ്യുകയാണ്. ഒരു ടീസ്പൂൺ ഗീ ചേർക്കുക അടിയിലായിട്ട്. അതിനുശേഷം റൈസ് ഇടുക, അല്പം റൈസ് ഇടുക. മിക്സ് ചെയ്ത് വെച്ച ഈ സാഫ്രോണും മിൽക്കും ഇതിൽ അല്പമായി ഒഴിച്ചിടും. പിന്നീട് ഈ മസാല ഓരോ ഭാഗങ്ങളിലായി ഉരുളക്കിഴങ്ങും മസാലയും മിക്സാക്കി 2-3 ഭാഗങ്ങളിലായി ഇട്ട് കൊടുക്കുക. വീണ്ടും റൈസ് ഇട്ട് കൊടുക്കുക. വീണ്ടും സെയിം ഉരുളക്കിഴങ്ങും ചിക്കൻ മസാലയും റൈസ് ഇട്ട് കൊടുക്കുക. ഏറ്റവും മുകളിലായി ഈ പാൽ മിശ്രിതം ചേർത്ത് ഒരു 2 ടീസ്പൂൺ ഗീയും ചേർത്ത് നന്നായി ഒന്ന് ലെയർ സെറ്റാക്കി മൂടി വെച്ച് 10 മുതൽ 15 മിനിറ്റ് വരെ ചെറിയ തീയിൽ ദം ചെയ്യുക. അങ്ങനെ നമ്മുടെ കൽക്കത്ത ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നമുക്കിത് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം.